കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച രണ്ട് സ്റ്റോക്കുകളാണ് ഏഞ്ചൽ വണ്ണും വി മാർട്ടും. ഏഞ്ചൽ വൺ ഇൻട്രാഡേയിൽ 7% ഉയർന്നു. NSE, BSE തുടങ്ങിയ എക്സ്ചേഞ്ചുകൾ ട്രാൻസാക്ഷൻ ഫീസ് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഏഞ്ചൽ വൺ എന്ന കമ്പനി അതിൻ്റെ ബ്രോക്കേജ് ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഞ്ചൽ വൺ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ക്യാഷ് ആൻഡ് ഡെലിവറി ട്രാൻസാക്ഷനിലെ എക്സിക്യൂട്ടഡ് ഓർഡറിൽ 20 രൂപ പെർ എക്സിക്യൂട്ടഡ് ഓർഡർ എന്ന നിരക്കിൽ ബ്രോക്കേജ് ഫീസ് ഉയർത്താനാണ് ഏഞ്ചൽ വൺ തീരുമാനിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ 0.1% പ്ലസ് GST എന്ന നിരക്കിലായിരിക്കും ബ്രോക്കേജ് ഫീസ് ഈടാക്കുക. ഒക്ടോബർ 1 മുതലാണ് NSE, BSE പോലുള്ള എക്സ്ചേഞ്ചുകൾ അവരുടെ ട്രാൻസാക്ഷൻ ഫീസ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഏഞ്ചൽ വൺ എന്ന കമ്പനി നവംബർ 1 മുതൽ കൊമേഴ്സ്യൽ ചാർജുകൾ അല്ലെങ്കിൽ ബ്രോക്കേജ് ചാർജ് ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് ഹയർ ലെവലിൽ നിന്നും കറക്ഷൻ ഫേസിലേക്ക് നീങ്ങിയെങ്കിലും ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത് റിട്ടേൺ നൽകിയിട്ടുണ്ട്. നിഫ്റ്റി 80% റിട്ടേൺ, നിഫ്റ്റി 18% റിട്ടേൺ നൽകിയപ്പോൾ ഏഞ്ചൽ വൺ 26% റിട്ടേണാണ് നൽകിയത്. കൂടാതെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 43% റിട്ടേൺ നൽകുകയും ചെയ്തു. സ്റ്റോക്ക് ഓവർ ബോട്ട് സോണിലോ ഓവർ സോൾഡ് സോണിലോ അല്ല. RSI 57.41 എന്ന ലെവലിലാണ്. 9 അനലിസ്റ്റുകളിൽ 6 അനലിസ്റ്റുകളും സ്റ്റോക്കിനെ ബൈ ചെയ്യാനും 2 അനലിസ്റ്റുകൾ ഹോൾഡ് ചെയ്യാനും 1 അനലിസ്റ്റുകൾ സെല്ല് ചെയ്യാനുമാണ് നിർദ്ദേശിക്കുന്നത്. ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും കറക്റ്റായി സ്റ്റോക്കിന് ഏകദേശം 2200 സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും ട്രെൻഡ് റിവേഴ്സലിൻ്റെ സിഗ്നൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ വന്നു. ട്രെൻഡ് റിവേഴ്സൽ പോയിന്റിനെ സ്റ്റോക്ക് ആദ്യം റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് അടുത്ത ബ്രേക്കൗട്ടിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇവിടെ 2880 അടുത്ത പ്രധാന റെസിസ്റ്റൻസ്. 2880 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് 3000, 3500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് വി മാർട്ട് റീറ്റെയിൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 9.2% വർദ്ധിച്ച് 4400 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. വി മാർട്ടിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു. ഈ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. 2023 സെപ്റ്റംബർ ക്വാർട്ടറിൽ വി മാർട്ടിൻ്റെ റവന്യൂ 549 കോടിയായിരുന്നു. അവിടെ നിന്നും റവന്യൂ 661 കോടിയായി ഉയർന്നു. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ഗ്രോത്ത് 20% രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഹാഫ് ഇയർലി പെർഫോമൻസ് നോക്കിയാൽ ഹാഫ് ഇയർലി സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ ഫ്രം ഹാഫ് ഇയർലി സെയിൽസ് 1228 കോടിയിൽ നിന്നും 1447 കോടിയിലേക്ക് ഉയർന്നു. ഹാഫ് ഇയർലിയിലും 18% ഗ്രോത്ത് കമ്പനി കൈവരിച്ചു. സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 15% ഉയർന്നിട്ടുണ്ട്. കമ്പനി 21 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും 2 സ്റ്റോറുകൾ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്വാർട്ടറിൽ 21 പുതിയ സ്റ്റോറുകളിൽ 4 സ്റ്റോറുകൾ ഉത്തർപ്രദേശിലും 2 സ്റ്റോറുകൾ വെസ്റ്റ് ബംഗാൾ, ഡൽഹി, ആസാം, ത്രിപുര, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഓരോ സ്റ്റോറുകൾ ഉത്തരാഖണ്ഡ്, തെലങ്കാന, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിലെ 2 സ്റ്റോറുകൾ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വി മാർട്ടിൻ്റെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 467ലേക്ക് ഉയർന്നു. പല ടെക്നിക്കൽ അനലിസ്റ്റുകളും സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പരിഗണിക്കാം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 4500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്നും കറക്റ്റ് ആവുകയാണെങ്കിൽ 4350, 4113, 3965 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. മൈൽഡ് പ്രോഫിറ്റ് ബുക്കിങ്ങിലോ അല്ലെങ്കിൽ കൺസോൾട്ടേഷനിലേക്കോ സ്റ്റോക്ക് നീങ്ങേക്കാമെന്നാണ് സ്റ്റോക്സ് ബോക്സിൻ്റെ അനലിസ്റ്റ് പറയുന്നത്. കൂടാതെ ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ മാക്സിമം 5050 ആയിരിക്കും പ്രധാന റെസിസ്റ്റൻസായി വരിക. 3965 എന്ന റേഞ്ചിന് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. റെലീഗർ എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നത് 4500 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 4350 ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. സ്റ്റോക്ക് 5 ഡേ, 10 ഡേ, 20 ഡേ, 100 ഡേ, 150 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നു. കൂടാതെ RSI നോക്കുകയാണെങ്കിൽ 79.88, അതായത് RSI ഓവർ ബോട്ട് സോണിലുമാണ്. വി മാർട്ട് എന്ന സ്റ്റോക്കിൽ വന്ന റാലിയുടെ പിൻബലത്തിൽ, അതായത് 4000 എന്ന ലെവലിൽ നിന്നും ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് 4400ലേക്ക് ഉയരുകയും ചെയ്തു. ഇവിടെ നിന്നും 500 പോയിൻറ്റിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് കാണുന്നത്. സ്റ്റോക്കിൽ സിഗ്നിഫിക്കൻ്റ് കറക്ഷൻ വരുമ്പോൾ, അതായത് 4000-നടുത്തോ അല്ലെങ്കിൽ 3900-നടുത്തോ സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്